ഗണങ്ങളൂണ നീത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നിനച്ചാൽ നിന കുശസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 11-ാം വാക്യം. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്, ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ വളർന്നിട്ടും സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ്. മനുഷ്യന് അറിവ് വർദ്ധിച്ചു, എന്നാൽ ദൈവഭയവും ദൈവീയ ഭക്തിയും കുറഞ്ഞു. ഇന്ന് നാം കേൾക്കുന്ന വാർത്തകൾ കൊലപാതകവും അഴിമതിയും വഞ്ചനയും കുടുംബ തകർച്ചകളും യുദ്ധവും അനീതിയും ഇവയെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഇവിടെ ദാവീദ് ഹൃദയം തകർന്ന അവസ്ഥയിലാണ് ദൈവത്തോട് നിലവിളിക്കുന്നത്. ഈ വാക്യം ഒരു നഗരത്തെക്കുറിച്ച് പറയുന്നത് പോലെ തോന്നുമെങ്കിലും അത് മനുഷ്യ സമൂഹത്തിൻ്റെ ആത്മീയ അവസ്ഥ വെളിവാക്കുന്നു. പാപം സമൂഹത്തിൻ്റെ നടുവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ദുഷ്ടത പുറത്തുനിന്ന് ആക്രമിക്കുന്നതല്ല, അത് സമൂഹത്തിൻ്റെ നടുവിൽ കടന്നിരിക്കുന്നു. ഇന്ന് നാം കാണുന്നത് കുടുംബങ്ങളിൽ സ്നേഹത്തിനു പകരം സ്വാർത്ഥതയും, ജോലിസ്ഥലങ്ങളിൽ സത്യത്തിനു പകരം അഴിമതിയും, സമൂഹത്തിൽ നീതിക്ക് പകരം അഴിമതിയും നിലനിൽക്കുകയാണ്. റോമർ 3:23 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം സാമ്പത്തികമോ രാഷ്ട്രീയമോ അല്ല, അത് ആത്മീയതയാണ്. വഞ്ചന വിശ്വാസത്തെയും ബന്ധങ്ങളെയും തകർക്കുന്നു. ശത്രുവിൻ്റെ ആക്രമണം സഹിക്കാൻ കഴിയും, എന്നാൽ വിശ്വസിച്ച ഒരാൾ വഞ്ചിക്കുമ്പോൾ ഹൃദയം തകരുന്നു. ഇന്ന് കുടുംബങ്ങളിൽ വിശ്വാസവഞ്ചനയും, സുഹൃത്തുക്കൾ തമ്മിൽ വഞ്ചനയും, വ്യാപാരത്തിൽ വഞ്ചനയും, ആത്മീയ ജീവിതത്തിൽ കാപട്യവും കൂടി വരുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അടയാളം സത്യസന്ധതയാണ്. നമ്മുടെ വായ വിശ്വസിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ പ്രതിഫലനമായി തീരേണ്ടതാണ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ ഒരു വെളുക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം. ഇന്നത്തെ ഇരുണ്ട ലോകത്തിൽ സത്യം സംസാരിക്കുന്നവരായി, സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായി, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി, പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. നമ്മളിലൂടെ ലോകത്തിൻ്റെ ഇരുട്ടിനെ മാറ്റുവാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധിയോടും സത്യത്തോടും കൂടി ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.